ഇങ്ങനെ ഓപ്പണിംഗ് ഉള്ള 2 പീസായിരിക്കും. അതിനെ നമ്മൾ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കണം കേട്ടോ. മുകളിൽ നിന്ന് താഴത്തേക്കായാലും കുഴപ്പമില്ല, താഴത്തുനിന്ന് മുകളിലേക്കായാലും കുഴപ്പമില്ല. എങ്ങനെ കൈവയന്മാരി 1 ഇഞ്ചിൽ മുകളിൽ വരെ അടിക്കുക കേട്ടോ. ഇത് ഒരു പീസിൽ അടിച്ചു കഴിഞ്ഞു. അതേമാതിരി അതിൻ്റെ അപ്പുറത്തെ പീസും എടുക്കുക, അതിലും അതേമാതിരി തന്നെ അടിക്കുക കേട്ടോ. രണ്ടും കൂടി ഒറ്റയടിക്ക് വെച്ച് അടിക്കാൻ പറ്റണമെങ്കിൽ അങ്ങനെ അടിച്ചോ. ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. ഇത് മുതൽ 1 ഇഞ്ച് വീതിയിൽ മടക്കി അടിക്കുക. ഇതേമാതിരി 2 സൈഡും മടക്കി അടിക്കുക. എന്നതിന് ശേഷം ഇങ്ങനെ മേലേക്ക് മേലെ വെച്ച് കൊടുക്കുക. നമുക്ക് ഏകദേശം ഒരു 4 ഇഞ്ച് ഇവിടെ നിന്ന് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഒരു 4 4.5 ആയിക്കോട്ടെ, കുഴപ്പമില്ല. 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അടിയിൽ തുമ്പിൽ പിടിക്കണം. ഇവിടെ അങ്ങനെ ഒരു ക്ലോസ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് താഴം വരയ്ക്ക്. ഈ അടീന് മേലെ കൂടി തന്നെ വരുന്ന രീതിയിൽ കേട്ടോ. ഇത്ര എടുത്തില്ലേ, ഇനിയിപ്പോൾ ഇവിടെ നിർത്തിക്കോ. ഇവിടെ നമ്മൾ സാധാരണ 8 ഇഞ്ച് ഓപ്പൺ ഇല്ലേ, ആ ഒരു സ്പേസ് വിടുക. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഇനിയിപ്പോൾ 2 സൈഡ് അങ്ങനെ അടിച്ചുകൊണ്ട് ഈ ഓപ്പൺ അടിക്കണ്ടല്ലോ, ഇത് വരയ്ക്കിട്ടാ. ഇവിടെ നിന്ന് ഇങ്ങനെ മറിച്ച് ഇവിടെ ഒരു കൊടുക്കുക. ഇത് കണ്ടില്ലേ, നമ്മളിങ്ങനെ വെക്കിപ്പോൾ ഇവിടെ ഈ സൈഡിൽ കൂടെ അടി വരാൻ പറ്റില്ല, ഇതേ കൂടെ തന്നെ വരും. ഇവിടെ ഈ ഗ്യാപ്പ് വരണം കേട്ടോ. ഈ ഗ്യാപ്പ് ഇല്ലാണ്ടിരിക്കാൻ പറ്റില്ല. ഈ ഗ്യാപ്പ് എന്തായാലും ഇങ്ങനെ ഗ്യാപ്പ് വരണം. എന്നിട്ട് ഈ സൈഡിൽ കൂടെ അടിക്കുക. ഇതേമാതിരി തന്നെ, മനസ്സിലായില്ലേ? ഇനി നമുക്ക് ആ ബാക്ക് പീസ് അടിക്കുക, ഇതിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. കഴുത്ത് കൂട്ടി കൊടുക്കാം. ഈ 2 ഷോൾഡറും കൂട്ടിയില്ലേ, ഇതേമാതിരി നമുക്ക് കൈയിൻ്റെ ഭാഗം നോക്കാം കേട്ടോ. കൈ സാധാരണ മടക്കി അടിക്കുമ്പോൾ തന്നെ ഇങ്ങനെ മടക്കി അടിക്കുക കേട്ടോ. രണ്ട് കൈയും കഴിഞ്ഞ കൈ വെച്ച് കൂട്ടി കൊടുക്കുക കേട്ടോ. ഇതൊക്കെ അറിയാമല്ലോ. ഇനിയിപ്പോൾ ലാസ്റ്റ് ഞാൻ കോളർ വെക്കുന്നത് ഇടാം കേട്ടോ. ഇതിനോടൊപ്പം തന്നെ ഇപ്പം തന്നെ ഇടാം. കൈയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇനി കൂട്ടി കൊടുക്കുക കേട്ടോ. കൈ എല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ താഴ്വശം മടക്കി അടിച്ചു കൊടുക്കുക കേട്ടോ. ഇതേമാതിരി എല്ലാം അടിച്ചെടുക്കുക. കൈ വെച്ചു, കൈ അടിച്ചു കഴിഞ്ഞു.
കഴുത്ത് ഫ്രണ്ട് പീസ് എല്ലാം കഴിഞ്ഞില്ലേ, താഴ്വശമൊക്കെ മടക്കി അടിച്ചു കഴിഞ്ഞു. ഇവിടെ 8 ഇഞ്ച് ഓപ്പൺ അതിടുക. ഇതെല്ലാം കഴിഞ്ഞില്ലേ, ഇനി നമുക്ക് കോളർ വയ്ക്കാം കേട്ടോ. ഇതേമാതിരി ഇപ്പോൾ വളഞ്ഞ് ക്യാൻവാസിന് വെട്ടിക്കൊടുക്കുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഈ സൈഡ് ഇതുണ്ട്, ഈ ഷേപ്പിൻ്റെ ഈ സൈഡ് ഇങ്ങനെ മടക്കി കൊടുക്കുക. തുമ്പ് വെട്ടുക, അധികം തുമ്പ് വെക്കണ്ട, തുമ്പ് വയ്ക്കുമ്പോൾ അടിക്കണ വൃത്തി ഉണ്ടാവില്ല. അതിനനുസരിച്ച് തുമ്പൊന്ന് വെട്ടി കിട്ടും. ഇങ്ങനത്തെ പീസായിരിക്കും വളഞ്ഞത്. അതിൽ നമ്മൾ ഈ സൈഡിൽ നിന്ന് കേട്ടോ നോക്കിക്കോ, ഇനി ഇതിപ്പോൾ അറിയില്ല എന്ന് പറയണ്ട, ഈ സൈഡിൽ നിന്ന് ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുക കേട്ടോ. ഈ അറ്റം വരെ അടിച്ചു കൊടുക്കുക. അതിന് ഇങ്ങനത്തെ ഒരു പീസും കൂടി ഉണ്ടാവും. അതും ഇതേമാതിരി തന്നെ ഇങ്ങനെ വെച്ചെടുക്കുക. ഇതിനോടൊപ്പം തന്നെ അങ്ങനെ വെച്ചെടുക്കുക. നമ്മളിവിടെ ഒരു ചെറിയൊരു അടിക്കാനുള്ള സ്പേസ് വിടുക. അടിക്കാനുള്ള ഒരു തുമ്പ് കഴിച്ചിട്ട് ബാക്കി ഇവിടെ തന്നെ ഇങ്ങനെ വെച്ച് വരിക. ഇത് കോളർ വെച്ചിപ്പോൾ വൃത്തിയിൽ വെക്കണം, അല്ലെങ്കിൽ ആ ഒരു അടിക്കിപ്പോൾ ഭംഗി കാണില്ല. ഈ അറ്റം വരെ വളച്ച് താഴത്തേക്ക് അടിച്ചെടുക്കുക കേട്ടോ. ഇതിൻ്റെ തുമ്പുകൾ വെട്ടിവിടുക. തുമ്പുകൾ അങ്ങനെ വെച്ചാൽ ഭയങ്കര കനം തോന്നും. പരമാവധി തുമ്പ് എല്ലാം വെട്ടിയെടുക്കുക. ഒരു ചെറിയൊരു തുമ്പ് മതി, അല്ലെങ്കിൽ നമ്മൾ അടിമറിക്കിപ്പോൾ ഇത് ഭയങ്കര കനമാതിരി തോന്നും. ഇവിടെ ആയാലും ഒരു സ്റ്റിച്ചിങ്ങിന് നിങ്ങൾക്ക് എത്ര സ്റ്റിച്ചിങ്, 4 ഇഞ്ചാണെങ്കിൽ 4 ഇഞ്ച്, അരഞ്ചിട്ട് അടിക്കുന്നവരാണെങ്കിൽ അരഞ്ച്. പക്ഷേ അടിക്കുമ്പോൾ അതിൻ്റെതായ ഒരു ആവശ്യത്തിനുള്ള തയ്യൽ തുമ്പ് മാത്രം ഒരു ഇട്ടാൽ മതി, ബാക്കിയെല്ലാം വെട്ടിക്കളയുക. ഇങ്ങനെ മറിച്ചെടുക്കുക. മറിച്ചെടുക്കുമ്പോൾ ഈ മൂലകളാണ് കറക്റ്റ് ആക്കേണ്ടത്. മൂലയാണ് എല്ലാവരുടെയും കറക്റ്റ് അല്ലാതെ വരുന്നത്. ഈ മൂല കറക്റ്റാക്കിയില്ലേ, നമ്മൾ അടിച്ച് തുടങ്ങുമ്പോൾ ഉൾ സൈഡിൽ നിന്ന് വെക്കുക കേട്ടോ. ഈ ഉൾ സൈഡിൽ നിന്ന് ഈ വിട്ട പീസില്ലേ, ക്യാൻവാസ് ഒട്ടിച്ചത് വേണ്ട, ഈ പീസ് ഇങ്ങനെ വെക്കുക. ഈ പീസ് വെച്ച് തുടങ്ങിയാൽ മതി. ഇങ്ങനെ അടിമറിച്ചൊക്കെ എടുത്ത ശേഷം ഈ പീസ് അങ്ങനെ വെച്ച് വിടുക. കറക്റ്റ് നടുവ് വരെ വെച്ചോ. ഇതിനോടൊപ്പം തന്നെ ലേബിളും വെച്ച് വയ്ക്കുക. അപ്പോൾ ആ പണി അവിടെ കഴിയും. ഇതുവരെ അടിച്ചില്ലേ, എന്താണ് കുറച്ചും കൂടി ഇങ്ങോട്ട് വരാം. ഇത്രയും അടിക്കുക. നടുവ് വരുന്ന രീതി വരെ അടിക്കുക. കൊള്ളടക്കണ്ട. ഏകദേശം ഇതിൻ്റെ നടുവ് നമ്മൾ മാർക്ക് ചെയ്ത് വിടുക. എന്നിട്ട് ഈ ലേബിൾ വയ്ക്കുക. ചില ലേബിൾ മാറ്റുണ്ടെങ്കിൽ ഞാൻ പറയാം, അല്ലെങ്കിൽ ലേബിൾ വയ്ക്കുക. എന്നതിന് ശേഷം അതിൻ്റെ മേലെ തന്നെ XXL എന്ന് ലേബിൾ വയ്ക്കുക. അല്ലെങ്കിൽ കുറച്ചിങ്ങനെ ഒരു ലേശങ്ങൾ മാറിയാലും കുഴപ്പമില്ല. ഈ രീതിയിൽ തന്നെ വെച്ച് വിടുക. അങ്ങനെ തന്നെ വെച്ച് കറക്റ്റാക്കി എടുക്കണം കേട്ടോ. ഈ സൈഡ് എത്തിയില്ലെങ്കിൽ
ഒന്ന് ചെറുതായി ഒന്ന് വലിച്ചാൽ എത്തും. അങ്ങനെ ഒന്നും എത്തിയില്ല പറഞ്ഞിട്ട് അങ്ങനെ ഇതാവണ്ട. ഒന്ന് ചെറുതായിട്ടൊന്ന് വലിക്കുക. ഇത് വലിക്കേണ്ട ആവശ്യമില്ല, കറക്റ്റായി നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മളിതുവരെ എത്തിയില്ലേ, നേരെ ഇതിനിങ്ങനെ മറിക്കുക. ഇതിനെ മറിച്ച് നമുക്ക് മുകളിൽ നിന്ന് അടിച്ചു തുടങ്ങാം കേട്ടോ. ഫസ്റ്റ് താഴെ തന്നെ അടിക്കണ്ട. താഴെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും അഴിക്കുക എത്താണ്ടായി കഴിഞ്ഞാൽ പിന്നെയും ബുദ്ധിമുട്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ മുകളിൽ നിന്ന് അടിച്ചു തുടങ്ങാം. അറ്റം വരെ അടിക്കുക. ഈ സൈഡ് അതേമാതിരി തന്നെ വളച്ചെണ്ണ എടുക്കുക കേട്ടോ. ഇവിടെ ഇങ്ങനെ ഫസ്റ്റ് കുത്തി നിർത്തുക. എന്നു വെച്ചിട്ട് ഇതിന് തിരിക്കുക. എന്നിട്ട് ഇങ്ങനെ തന്നെ അടിച്ച് വരിക. അടി നമ്മളെപ്പോഴും അടുക്കിയപ്പോൾ ഈ ക്യാൻവാസിൻ്റെ ഭാഗം വെളിക്ക് വരണം. വെളിക്ക് വന്നു കഴിഞ്ഞാലാണ് അത് ഭംഗിയുണ്ടാവും. ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഉള്ളല്ലോ, നമ്മൾ കാണുമ്പോൾ കഴുത്ത് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ വെളിയല്ല കാണുന്നത്. അപ്പോൾ ഈ ഇത് വെളിക്ക് തന്നെ വരണം, എന്നാലും അതിൻ്റെ വൃത്തി കിട്ടുള്ളൂ കേട്ടോ. ഈ അറ്റം വരയ്ക്ക് കറക്റ്റാണ്. അതേമാതിരി തന്നെ വെച്ച് വയ്ക്കുക. എല്ലാം കഴിഞ്ഞതാ. കഴുത്ത് വരപ്പ് ഇതേമാതിരി തന്നെ ആ വൃത്തിയിൽ വരും കേട്ടോ. ഇങ്ങനെ തന്നെ കോളർ വയ്ക്കണം. പഴയമാതിരി 1 ഇഞ്ച് പട്ടയല്ല, ഇപ്രാവശ്യം ആ ഷേപ്പിലുള്ള പട്ടയ വെട്ടിത്തിന്. അപ്പോൾ ഇതേമാതിരി തന്നെയാണ് കേട്ടോ. അടിക്കണ മാത്രം ഒന്ന് വൃത്തി അടിച്ചാൽ മതി, വേറെ പ്രശ്നം വരില്ല. ഇതപ്പോൾ കോളർ മലന്ന് പോവില്ല പറഞ്ഞിട്ടാണേ. മനസ്സിലാവാത്തവർക്ക് എന്നെ വിളിക്കാം കേട്ടോ.